ഇന്ദ്രൻ ചേട്ടനോട് എല്ലാവരും ചോദിക്കാറുണ്ട്, വിനയം ഒരു വിനയാവാറുണ്ടോ? ഇത് ഞാൻ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനോട് വിനയത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള, ഇന്ദ്രൻ ചേട്ടന് എപ്പോഴാണ് ദേഷ്യം വരുന്നത്? എപ്പോൾ ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഒരേപോലെ ഞാൻ കണ്ടേക്കണേ. ദേഷ്യം വരാറില്ല ഇന്ദ്രൻ ചേട്ടൻ? ഓ ഭയങ്കര കുഴപ്പമാ. ആ, വീട്ടിൽ പോയി ദേഷ്യപ്പെടും. വീട്ടിലും വെളിയിലൊക്കെ ചിലപ്പോഴൊക്കെ അറിയാതെ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് ഞാൻ തന്നെ നിന്ന് വിറയ്ക്കും. അങ്ങനെ വരും. ഭയങ്കര കുഴപ്പമാണ്. ആ ഭയങ്കര കുഴപ്പമാണ്. എനിക്ക് ഒരുപാട് എന്നെ വിഷമിപ്പിച്ച് എനിക്ക് എന്നെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ള അത്രയും ജീവിതത്തിൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? അത് കൊള്ളും. അത് രണ്ടെണ്ണം കിട്ടുമ്പോൾ അല്ലെ, ദേഷ്യം വരുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുമില്ല. കിട്ടുമെന്നുള്ള പേടിയാണ് എനിക്ക്. എന്നാലും ഇങ്ങനെ ദേഷ്യം വരുന്ന ആളുകൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും. ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെറിയ കാര്യത്തിനൊക്കെ പണങ്ങും. മകനെങ്കിലും അവന് അടിച്ചിട്ടൊന്നുമില്ല. ഓ ഇല്ല, ആരെയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ദേഷ്യം അവന് അച്ഛൻ അവന് എന്തൊക്കെയാണോ അച്ഛൻ പറഞ്ഞത് തന്നെ പിടികിട്ടുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ദേഷ്യം വരും. അവസാനം നേരെ തിരിച്ചായിരിക്കും. ഇന്ദ്രൻ ചേട്ടൻ ദേഷ്യക്കാരനും ബാക്കി നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഭയങ്കര ഹരിശ്രീ അശോകൻ ചേട്ടനാണെങ്കിൽ പേരക്കുട്ടിയുടെ അൻവിയുടെ കൂടെ കൊച്ചിനെ എടുത്തും കൊച്ചിന് പുറകെ നടക്കുന്ന വീഡിയോ ഫോട്ടോ നമ്മൾ എപ്പോഴും കാണുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞു ഇന്ദ്രൻ ചേട്ടൻ കഥാപാത്രത്തെക്കുറിച്ച് അധികം സംസാരിക്കില്ല എന്ന്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഒരു പോലീസുകാരനാണ്. കുറേ കാലം പല സ്റ്റേഷനിലൊക്കെ മാറി മാറി വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ പോലീസുകാരുമായി തമ്മിലൊക്കെ ഉള്ളൊരു പോലീസുകാരൻ. അത്രയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതൊക്കെ നന്നാവണം. വെബ് സീരീസിന് സിനിമയല്ലാതെ ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ അനുരാഗമാണ്. അതുകൊണ്ട് നന്നായിരിക്കും. അതായത് കഥ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് പോകും, സസ്പെൻസ് പോകുന്നോണ്ടല്ല. അതിനേക്കാൾ ഇത് കഥ അറിയാതെ തന്നെ എന്താണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളും പോലീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് രണ്ടാം സീസൺ ആയതുകൊണ്ട് അറിയാം. ഇത് അറിയാതെ കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ട്. അത് ആദ്യ ദിവസങ്ങളിൽ കാണുന്നവർക്കെങ്കിലും മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിന് മുമ്പെങ്കിലും അവർക്ക് കിട്ടുന്നൊരു അവസരം നഷ്ടപ്പെടുത്തലാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇതിനകത്ത് കണ്ടുപോകുമ്പോൾ എല്ലാവർക്കും അറിയാം, കഴിയുമ്പോൾ കഥ അറിയും. മറ്റവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസിലൊന്നും അല്ല ഈ പടം നിൽക്കുന്നത്. പക്ഷെ സസ്പെൻസിൽ ഒരു രസമുണ്ട്. അപ്പോൾ പറഞ്ഞു പോക്കിൽ അത് ഈ പറയലുമുണ്ട്. അത് നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. അത് വളരെ ആദ്യത്തെ ദിവസം പ്രേക്ഷകർക്കേ ഉള്ളൂ. പക്ഷെ അതുപോലും നഷ്ടപ്പെടുത്താൻ നമുക്ക് ആഗ്രഹമില്ല. കാരണം അത്രയും വിശ്വാസം നമുക്ക് ഇതിൻ്റെ പുറത്തുണ്ട്. അതങ്ങനെ ഫ്രഷായിട്ട് ആളുകൾ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം സർപ്രൈസ് കൊണ്ട് ഒരു സാധനം ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന് സർപ്രൈസ് കൊണ്ടൊരു കേക്ക് കൊണ്ടുവരുന്നതും ആ കേക്ക് ഉച്ചക്ക് മുതൽ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. എന്ന് വെച്ചിട്ട് രണ്ടിനും ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ടാങ് നമ്മുടെ സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ സുഖമുണ്ടല്ലോ. ആ സുഖം നിങ്ങളിൽ അല്ലെങ്കിൽ കാണുന്നവരിൽ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.